നമ്മുടെ നാട്ടിലോട്ട് വരാനുള്ള ടൈമിലുള്ള കുറേ പർച്ചേസിങ് വീഡിയോസൊക്കെയാണ് ഇത് കേട്ടോ. അപ്പോൾ ഈ കൊറോണ ടൈമിലൊക്കെ നമ്മൾ ഗൾഫിലായിരുന്നു. അവിടെയൊക്കെ ആൾക്കാർ ഭയങ്കര കുറവായിരുന്നല്ലോ ഷോപ്പിംഗ് മാളിലൊക്കെ. മറ്റെപ്പോഴും ഈ അവധി ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെയാണേ. അപ്പം കൊറോണയൊക്കെ വന്ന ടൈമുകളിൽ ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു. ഇന്ന് കുട്ടികളെയൊന്നും പുറത്ത് കൊണ്ടുപോകാനൊന്നും അലോഡല്ല. പിന്നെ സ്റ്റാർട്ടിങ്ങിലും അങ്ങ് ലാസ്റ്റിലുമൊക്കെ പിന്നെ കുറച്ച് ഇളവൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ നാട്ടിലോട്ട് വരാൻ വേണ്ടി പർച്ചേസിങ്ങിനൊക്കെ പോയൊരു വീഡിയോ ആണ്. അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ കയറ്റി നാട്ടിലോട്ട് വരാനുള്ള ഒരിതിലായിരുന്നു. അപ്പോൾ സാധനമൊക്കെ കയറ്റി ശേഷമാണ് ഓർക്കുന്നത് ഒക്കെ വീണ്ടും ഫ്ലാറ്റിൽ വെച്ച് മറന്നെന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു പോയി അതെടുത്തുകൊണ്ട് വരുന്നതൊക്കെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാമെന്നൊക്കെ കരുതി അങ്ങ് എടുത്തതാണ്. വീഡിയോ ഒന്നും കൂടെയൊക്കെ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ദുബായ് ഫ്ലാറ്റാണ്. ഫ്ലാറ്റിലായിരുന്നു. പിന്നെ നമ്മൾ ഉമ്മുൽഖൈനി താമസിച്ചു, അജ്മാനി താമസിച്ചതൊക്കെ വില്ലായിരുന്നു. ഇവിടെ ഫ്ലാറ്റായിരുന്നു കേട്ടോ. ഇവിടെ 1 മാസം 2 മാസം ഇങ്ങോട്ടേ നിന്നുള്ളൂ ദുബായൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കൂടുതലും നമ്മൾ ഉമ്മുൽഖൈൻ ബസാറിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നുഐമിയയിൽ താമസിച്ച്, അജ്മാൻ എമ്മ ടവറിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലമൊക്കെ കാണാനൊക്കെ പറ്റി. അങ്ങനെ വരുന്നതാണ് ഈ വരവ്. നിങ്ങൾ വിചാരിക്കുന്നത് എന്തുവാ, പ്ലാനൊന്നും ഇല്ലയെന്നാണോ? ഭയങ്കര പ്ലാനിങ്ങിലാണേ ഞാൻ. അങ്ങനെ വരികയാണ്. എന്തുവാ നമ്മളെല്ലാം യൂട്യൂബിലൊക്കെ ഓരോന്നും കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഭയങ്കര ഡെവലപ്മെൻറ്റും ഭയങ്കര ഇതൊക്കെ വിജയിച്ചവരെ കഥകളൊക്കെ കേട്ടിട്ട് വരുന്നത്. ഞാൻ ആ കഥകളൊക്കെ പുറകെ പറയുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇടുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാം. ചിരിച്ചെന്താ സാജി, ഞാൻ പറയുന്നത് കേട്ടിട്ടാണോ റീൽസ് കണ്ടിട്ടാണോ നീ ചിരിച്ചത്? ഞാൻ വിചാരിച്ച് ഞാൻ പറയുന്നത് കേട്ടിട്ടാണെന്ന്. ഞാൻ വിചാരിച്ച് എന്നെ കളിയാക്കിയതാണ്. ഞാൻ പോവുകയല്ലേ, അപ്പോൾ വീണ്ടും അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചതാണേ. അപ്പോഴേ ഈ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ പ്ലാനുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ, അങ്ങനെ കുറേ പ്ലാനൊക്കെ ഉണ്ട്. അങ്ങനെ വരുന്നതാണേ. അപ്പം നമുക്ക് കുറേ ആളുള്ളതുകൊണ്ട്, കുറേ സാധനം ഉള്ളതുകൊണ്ട് നമ്മൾ പിക്കപ്പിലാണ്. നമ്മളെ കമ്പനിയിൽ നിന്ന് വന്ന് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. പിക്കപ്പിനകത്താണ് മിക്കപ്പോഴും നമ്മൾ വരുന്നത്. അല്ലെങ്കിൽ ഇക്കാടെ പിക്കപ്പ് ഒരു ഡ്രൈവറെയും വിളിച്ചുകൊണ്ട് വരും. വണ്ടി കമ്പനി കൊടുത്ത വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിയിൽ ഞങ്ങൾ വന്ന് എയർപോർട്ടിൽ ഇറങ്ങും. വണ്ടി ഒരു ഡ്രൈവർ കൊണ്ടുപോകും. നമ്മൾ തിരിച്ചു ചെല്ലുമ്പോഴും അതുപോലെ ആ ഡ്രൈവർ വണ്ടിയായിട്ട് അവിടെ വരും. എന്നിട്ട് ആ ഡ്രൈവർ ഞങ്ങൾ ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലുമാണ് പോകാറുള്ളത്. എയർപോർട്ടിൽ വന്നപ്പോഴാണ് രസം കേട്ടോ. കൊറോണ അല്ലേ, അപ്പോഴും മറ്റെപ്പോഴും തിരക്കും. കൊറോണ കഴിഞ്ഞിട്ടാണേ ഞങ്ങൾ ഭയങ്കര കൊറോണ ടൈമിൽ ഭയങ്കര സ്ട്രിക്റ്റായ ടൈമൊന്നും അല്ല. അന്ന് ഫ്ലൈറ്റൊക്കെ കുറവല്ലേ. ഇത് കുറച്ചൊക്കെ ഒന്ന് ഇതായതിന് ശേഷം ഇങ്ങനെ ഒരു അനുഭവത്തിലുള്ളൊരു യാത്രയായിരുന്നു. എന്തുവാ മുഖമൊക്കെ പിന്നെ മാസ്കൊക്കെ വെച്ചും ഇങ്ങനെ കവേർഡായിട്ടൊക്കെയുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. അവിടെ വന്ന് കുറേ നേരം ഇരുന്നു. മറ്റേതാകുമ്പോൾ കുറേ ആൾക്കാരുള്ളപ്പം ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വായി നോക്കിയൊക്കെ ഇതിരുന്ന് എയർപോർട്ടിലിരുന്ന് ബോറടിക്കും പോലെ ആയിപ്പോയി. അങ്ങനെ ഇരിക്കുവാണ് അവിടെ. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെയും കുറേ ഗ്ലൗസും, കുഞ്ഞുങ്ങൾക്ക് ഗ്ലൗസും മാസ്കും എന്തിനു പറയണേ കുറേ സാധനങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ്. സേഫ്റ്റി നോക്കണമല്ലോ നമ്മൾ. അങ്ങനെ വരുവാണേ. അപ്പോഴും നമ്മുടെ പുതിയ ബിസിനസ് ഐഡിയ ഉണ്ടേ എയർപോർട്ടിൽ. ഞാനത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എനിക്ക് അപ്പോഴില്ലായിരുന്നു. ഞാൻ ഇപ്പോഴീ വീഡിയോ ഒന്ന് ഇതാവാൻ വേണ്ടി പറയുന്നതാണേ. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറുവാണേ. ഫ്ലൈറ്റിൽ കയറി നമുക്ക് രാത്രി എങ്ങാണ്ടാണ്. അപ്പം നമ്മുടെ
ഉറക്കം കൊണ്ട് നല്ല ശരിയാവാതെ കുഞ്ഞുങ്ങളൊക്കെ ഫ്ലൈറ്റിലും കയറിയപ്പോൾ ഫ്ലൈറ്റിലൊക്കെ ഇന്നത്തെ ക്ലൈമറ്റിൻ്റെ ഇങ്ങനെ അനൗൺസ്മെൻറ്റും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദുബായിൽ ഫ്ലൈറ്റ് കയറി വരിക. അപ്പോഴും നമ്മുടെ ബിസിനസ് എന്നുള്ളൊരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ടേ കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും ഈ വീഡിയോ ഒക്കെ കണ്ട, അതുകൊണ്ട് ഞാനിങ്ങനെ പറയാം. അപ്പം ഫ്ലൈറ്റിനൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ എപ്പോഴും വിചാരിക്കും ഫ്ലൈറ്റിലൊക്കെ കയറണം, എവിടെയൊക്കെ എത്തിയെന്നുള്ള ലൊക്കേഷൻ ഇല്ലേ, നമ്മൾ സാധാരണ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ പോലെ അവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിനകത്ത്. പിന്നെ പിള്ളേരൊക്കെ ഉറങ്ങി. ഫ്ലൈറ്റിലൊക്കെ കയറുവാണെന്നുള്ള ആഗ്രഹമുള്ളവരടുത്ത് കുറേ ദൂരമാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇടയ്ക്കെങ്ങാനും ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ഇറങ്ങിയിട്ട് കയറാമായിരുന്നു എന്നൊക്കെ തോന്നുന്നു. ഫ്ലൈറ്റ് യാത്രയാണ് അതങ്ങനെ. ഫ്ലൈറ്റ് യാത്ര ചെയ്തവർക്ക് അറിയായിരിക്കും.